നമുക്കറിയാം, പാകിസ്ഥാൻ എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പല കാരണങ്ങളാൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനായി നിയമങ്ങൾ പോലും ഇവിടെ പലപ്പോഴും ദുരുപയോഗിക്കപ്പെടാറുണ്ട്. പാകിസ്ഥാനിൽ മതനിന്ദ നിയമവും ഇപ്പോൾ ദുരുപയോഗിക്കപ്പെടുന്ന പശ്ചാത്തലവും വർദ്ധിച്ചു വരുന്നു. ഈ അനീതിക്കെതിരെ പോരാട്ടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വ്യാജ മതനിന്ദ കേസിൽ അകപ്പെട്ട ക്രൈസ്തവർ. രാജ്യത്ത് അന്യായമായി ദൈവദൂഷണ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നതിൽ കാലവിളംബം വരുത്തുന്നുവെന്ന് ഇരകളുടെ കുടുംബങ്ങൾ ആരോപിച്ചു. 12 വർഷമായി വ്യാജ മതനിന്ദ കേസിൽ കുറ്റാരോപിതനായി 2020 വധശിക്ഷ വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന 42-കാരനായ ക്രൈസ്തവനാണ് ആസിഫ് പെർവായിസ്. ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് ഈ ദയനീയ അവസ്ഥ പൊന്തിഫിക്കൽ വാർത്താ ഏജൻസിയായ ഫിഡസിനോട് പങ്കുവച്ചത്. ആസിഫ് നിരപരാധിയാണെന്നും അപ്പീലിന് പോയ അദ്ദേഹത്തിന്റെ കേസ് കോടതി ഏപ്രിൽ മാസത്തേക്ക് വെച്ചിരുന്നതാണെന്നും എന്നാൽ കാരണമൊന്നും നൽകാതെ അതിപ്പോൾ റദ്ദാക്കിയെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. ഭീഷണി മൂലം കുടുംബം താമസം പോലും മാറ്റേണ്ടി വന്നുവെന്ന് കുറ്റാരോപിതന്റെ സഹോദരൻ വസീം പെർവായിസ് വെളിപ്പെടുത്തി. ഇതുപോലെ നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 2023 ജൂലൈ 8 18ഉം 14ഉം വയസ്സ് പ്രായമുള്ള അദിൽ ബാബർ, സൈമൺ നദീം എന്നിവരുടെ മേൽ ആരോപിക്കപ്പെട്ട ദൈവനിന്ദ കുറ്റം വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി തള്ളിക്കളഞ്ഞിരുന്നു. 23 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച അൻവർ കെന്നത്ത് എന്ന കത്തോലിക്ക വിശ്വാസിയെ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ സുപ്രീം കോടതി വിട്ടയച്ചിരുന്നു. ഈ കേസുകളിലെല്ലാം നീണ്ട വിചാരണ കാലയളവിനെ തുടർന്ന് സ്വതന്ത്രമായി ജീവിക്കേണ്ട ക്രൈസ്തവർ നീതി നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെടുകയായിരുന്നു. പാകിസ്ഥാനിലെ മതനിന്ദ നിയമത്തിനെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം വ്യാപകമാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങൾ നിരീക്ഷിക്കപ്പെടുന്ന ഓപ്പൺ ഡോഴ്സിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് 2025 റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ.